അപ്പൊ നമ്മുടെ നാലമ്പല യാത്ര രണ്ടാമത്തെ ദിവസമായി. നമ്മൾ 1:30-ക്ക് ഗുരുവായൂരിൽ നമ്മൾ പുറപ്പെട്ട്. അപ്പൊ നല്ല ആദ്യത്തെ ദിവസമാണ്. നമ്മൾ തിരക്കുണ്ടാവും. അപ്പൊ തിരക്ക് നമ്മളെ മുൻകൂട്ടി കണ്ടിട്ട് രാവിലെ 1:30-ക്ക് നമ്മളിപ്പോ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ ഡോക്യുമെന്ററി ആയിട്ട് പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ തൃപ്പൂരാറേക്ക് പോകും. ദർശനം കഴിഞ്ഞ് ുള്ള ഐതിഹ്യം ഭക്തരുടെ അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടി കയറാതെ ഉത്സവം നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. മീനൂട്ടും നടത്തി തൃപ്രയാറപ്പനോട് യാത്ര. അപ്പോൾ തൃപ്രയാറ് രാവിലെ 2:30-ക്കുള്ള കാഴ്ച ചെയ്ത്. ഇപ്പോൾ 2 മണിക്ക് മുതൽ വളരെ നേരത്തെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റിൽ ഏകദേശം ഒരു മിഡിലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ നട ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഗസ്റ്റിനും ദർശനം കിട്ടും. അപ്പോൾ ഏകദേശം സമയം 3 മണി ആവുന്നത്രേ. അപ്പം തന്നെ ക്യൂ ഇങ്ങ് പുറത്തേക്ക് എത്തി. നമ്മളെ ടീമെല്ലാം നമ്മളെ കൂടെ വന്ന എല്ലാ ആൾക്കാരും മുന്നോട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിയോണ്ട് നമ്മൾ മുന്നോട്ടെത്തി. ബാക്കി ഇപ്പം വന്നാലെല്ലാം ഇതാക്കി കാണുന്ന ക്യൂ ഇപ്പം ഉള്ളത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് എത്തി. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ പരമാവധി നേരത്തെ വരാൻ നോക്കുക. തൃപ്പൂരാറ് ഇത് തൃപ്പൂരാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പുറത്ത് സൗജന്യമായിട്ട് ബ്രൂ കോഫിയും ബിസ്ക്കറ്റും കൊടുക്കുന്നത്. നിങ്ങൾ ദർശനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടുന്ന് ബ്രൂ കോഫിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് ബസ്സിലേക്ക് പോയാൽ മതി. അപ്പോൾ തൃപ്പൂരാറിൽ നമ്മളെ ആളായി. അപ്പം നമ്മൾ പോന്നോ. അപ്പോൾ ഇവിടുന്ന് അധികം സമയം നമ്മൾ വേസ്റ്റ് ആക്കിയാൽ ബാക്കി 3 അമ്പലത്തിലും തിരക്ക് വരും. അപ്പോൾ ഇവിടുന്ന് പരമാവധി വേഗം ദർശനം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഇത് കണ്ടില്ലേ ബസ് നമ്മൾ വരുമ്പോ വേറെ ബസ്സും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ 5 മണി ആയില്ല. ഇവിടത്തേക്ക് ബസ്സിങ് റോഡ് വരെ എത്തി ബസ്സിന്റെ. അപ്പൊ നമ്മളിപ്പോ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി. ഇവിടെ എത്തിയ സമയത്താണ് മഴ പെയ്തത്. ഇതുവരെ ഒന്നും മഴയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാ യാത്രക്കാരെയും പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറ്റി. നമ്മള് പൊതുവേ ചെയ്യുന്നത് നമ്മളൊരു കംഫേർട്ട് നോക്കി നമ്മൾ സ്ഥിരമാക്കി വെക്കുന്നത് അമ്പലത്തിന്റെ സൈഡിലാ ബസ് വെക്കുക. അതാകുമ്പോ യാത്രക്കാർക്ക് നമ്മളധികം പ്രായമുള്ള ആൾക്കാരല്ലേ വരുന്നത്. അപ്പൊ അവർക്ക് നടക്കാനൊക്കെ ഈസിയാണ്. അവിടെ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഇല്ല അമ്പലത്തിലേക്ക്. അപ്പൊ നമ്മളിപ്പോ കൂടൽമാണിക്യം കഴിഞ്ഞ് തിരുമുഴിക്കുളത്തേക്ക് പോകാം. അപ്പൊ നല്ല തിരക്കുണ്ട്. ഫസ്റ്റത്തെ ദിവസം ആണെങ്കിൽ നല്ല തിരക്കുണ്ട്. നമ്മളെ തൃപ്പൂരാറ് ഫസ്റ്റ് വന്ന് ക്യൂ നിന്നോണ്ട് നമുക്ക് രണ്ടാമത്തെ അമ്പലത്തിൽ അത്ര തിരക്കില്ല. നമ്മളിപ്പോ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് ബസ് വന്ന് അവിടെ ബ്ലോക്കായി. അപ്പൊ നമ്മളെ പൊതുവെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ടെക്നിക്ക് എന്ന് വെച്ചാല് ഗുരുവായൂരിന്ന് നേരത്തെ വന്നിട്ട് തൃപ്പൂരാറ് ക്യൂ നിൽക്കും. നമ്മളെ കൂടെ വരുന്ന കസ്റ്റമർക്ക് ദർശനം ഇത്രയും നല്ല രീതിയിൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ തൃപ്തിയാറ് ആരാണോ ഫസ്റ്റ് ദർശനം കിട്ടുന്നത് ഇതൊരു ചെയിനും ഇല്ല. ബാക്കി 3 അമ്പലത്തിലും ആ വന്ന ഭക്തർക്ക് വേഗം ദർശനം കിട്ടും. തൃപ്തിയാറ് പോയതിനു ശേഷം മാത്രമേ കൂടൽമാണിക്യം തിരുമുഴിക്കുളം പായമ്മലും പോരും. ഇതൊരു കണക്ഷൻ, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പോവാം. നല്ല മഴ പെയ്തന്നെ പുറത്ത്. അപ്പൊ മഴയത്ത് ഈ കേബിനില് കാഴ്ച കാണാൻ നല്ല രസമാണ്. അപ്പൊ നമ്മള് തിരുമുഴിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തി. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ നേരത്തെ ബസ് തന്നെ പോയതുകൊണ്ട് ഇവിടെ അത്ര തിരക്ക് വാഹനങ്ങൾ എത്തി തുടങ്ങിയില്ല. അധികം തിരക്കില്ല അമ്പലത്തിൽ. നമ്മളെ ടീമെല്ലാം അകത്തേക്ക് പോയി, ദർശനത്തിന് അകത്തേക്ക് പോയി. ഞാനിവിടെ വന്നാല് സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു പീടിയുണ്ട് നമ്മളെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡില്. ഇവിടുന്ന് എല്ലാം ഇപ്പൊ ചായ കുടിക്കും. നല്ല ചൂട് പഴംപൊരുണ്ട് രാവിലെ തന്നെ. നമ്മള് പായമ്മലിലേക്ക് പോകുന്നു. അപ്പോൾ തിരുമുഴക്കുളത്തേക്ക് വരുന്ന വാഹനങ്ങളെ ബ്ലോക്കായത്. ഈ ബ്ലോക്കിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ സമ്മതിക്കണം. ഒരു സൈഡൊക്കെ നോക്കി ഓടിച്ചെടുക്കുന്നതൊക്കെ സമ്മതിക്കേണ്ട കാര്യമാണ്. നമ്മുടെ എല്ലാ യാത്രയിലും നമ്മൾ വാഹനത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗെയിംസൊക്കെ കളിക്കും. ഇപ്പോൾ നാലമ്പല യാത്രയിൽ നമ്മൾ അതുപോലെ ഒരു രാമായണ ക്വിസ് മത്സരം സംഘടിപ്പിച്ച്. അപ്പോൾ അതിൽ വിജയിച്ച ആൾക്ക് നമ്മുടെ വക ചെറിയൊരു സമ്മാനം. അപ്പോൾ ആ സമ്മാനം കൊടുക്കാൻ നമ്മളെ തന്നെ സ്ഥിരം യാത്രക്കാരനായ
സുരേന്ദ്രൻ ചേട്ടനെ നമ്മളിതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ 2 വാക്ക് സംസാരിച്ചിട്ട് ഈ സമ്മാനം, ഈ 1ാം സമ്മാനം കിട്ടിയ രമചേച്ചിക്ക് കൊടുക്കുന്ന ഇതാണ് ഈ കാണുന്നത്. നമ്മുടെ നാലമ്പല യാത്ര ഏകദേശം 4 അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്ത്. ഏകദേശം 10 മണിക്ക് മുമ്പായിട്ട് 4 അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളിപ്പോൾ ഉള്ളത് അവസാനത്തെ അമ്പലമായ പായമ്പലം ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് നേരെ നാട്ടിലേക്ക് പോകുന്ന വഴി തൃപ്രാർ കയറി അവിടെ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടിട്ട് നേരെ നാട്ടിലേക്ക് പോകും. നമ്മൾ പായമ്മൽ എത്തി. അപ്പോൾ പായമ്മൽ അമ്പലത്തിൻ്റെ മുന്നിലത്തെ കാഴ്ച ചെയ്ത് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ളൊരു ആൽമരമുണ്ട് മുമ്പിൽ തന്നെ. അപ്പോൾ അതിൻ്റെ മുന്നിലൂടെയാണ് വാഹനം പാർക്കിങ്ങിലേക്ക് പോവുക. ഇതാണ് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ച. നമ്മൾ പോകുന്ന സമയത്ത് എന്തൊരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. യാത്രയിൽ പങ്കെടുത്ത എല്ലാവരും കൂടി നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് പോകും. നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ യാത്രയിൽ പങ്കെടുത്ത ഓരോ യാത്രക്കാരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവർ ഈ പോസിറ്റീവ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്, ഞാനും എൻ്റെ കൂടെയുള്ള ബാക്കി 3 സ്റ്റാഫുണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഡ്രൈവർ ഇങ്ങനെ പറയണം ഞങ്ങൾ ജീവൻ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ടല്ലോ, അതിന് വലിയ കാര്യം ചെയ്യല്ലോ, ഒന്നുമില്ലാണ്ട് ഒരു അപകടം ഇല്ലാണ്ട്. നാലമ്പല യാത്ര, ആദ്യത്തെ ബാച്ചിന്റെ നാലമ്പല യാത്ര ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഞാന് നമ്മുടെ നാട്ടിൽ നിന്ന് 2 ബസ് വേറെ വരുന്നുണ്ട്. അപ്പോ ആ ബസ്സിലേക്ക് ഇപ്പം പോവും. അപ്പൊ അത് കഴിഞ്ഞ് അവർക്ക് റൂമും കാര്യങ്ങളും സെറ്റാക്കി കൊടുത്ത് പിന്നെ നേരെ കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിലേക്ക് വേറൊരു പാക്കേജ് ഉണ്ട്, നേരെ രാത്രി അതിലേക്ക് ജോയിൻ ചെയ്യും. ഹലോ, അപ്പൊ നമ്മളെ ഇന്ന് 2 ബസ് ഉണ്ട് നമുക്ക് ഇന്ന്. അപ്പൊ നമ്മൾ ഇന്നലെ വന്ന ബസ്സും ട്രാവലർ നാട്ടിലേക്ക് പോയി. അപ്പൊ പോണ വഴിയിൽ ഞാൻ ചാവക്കാട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഗുരുവായൂരേക്ക് വന്നു. പിന്നെ നമുക്കുള്ളത് ഒരു 29 സീറ്റ് ബസ്സും അതുപോലെ ഒരു 49 സീറ്റ് ബസ്സും. നമ്മൾ തന്നെ 2 ബസ് നമ്മളതല്ലേ. അപ്പൊ ഈ ഒരു പാക്കേജില് കംപ്ലീറ്റ് ഫുഡ് ഇൻക്ലൂഡാ. നമ്മള് ഫുഡ് വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇന്ന് രാത്രി നമ്മളെ ഫുഡ് ഉണ്ട് നമ്മളെ ഈ പാക്കേജില്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ കിച്ചണിലേക്ക് പോകണം. അപ്പൊ ഇന്ന് വന്ന നമ്മളെ 2 ബസ്സിനും നമ്മളെ വക രാത്രി ഫുഡ് ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ഫുഡുള്ള പാക്കേജാ. നാലമ്പലം മാത്രമല്ല, നാളെ നാലമ്പലം കഴിഞ്ഞ് നമ്മൾ നേരെ ആദിയോഗി, കോയമ്പത്തൂർ ആദിയോഗി കൂടെയുള്ള പാക്കേജ് അത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഭക്ഷണം വെക്കാൻ മനോജ് ചേട്ടൻ. അപ്പോൾ അവർ രാത്രിയത്തെ ഫുഡ് എൻ്റെ പ്രിപ്പറേഷനില്ല. രാത്രി ചപ്പാത്തി, പൊറോട്ട, അതുപോലെ മസാലക്കറി. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഞാൻ ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോ ഇന്ന് പിന്നെയും ഗുരുവായൂരൊക്കെ എത്തി. ഭയങ്കര ഭാഗ്യം തന്നെ. അല്ല, ഗുരുവായൂർ നമുക്ക് എത്ര വന്നാലും മടുക്കൂല. ഈ ഒരു ആംബിയൻസ്, ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കലും എത്ര വന്നാലും ഗുരുവായൂർ നമുക്കൊരു മടുപ്പുണ്ടാവില്ല. ഇങ്ങനെ നടന്നു പോകും ഗുരുവായൂർ. നമ്മളെ സ്റ്റാഫ് അനീഷാട്ടെ അതുപോലെ ശ്രീനിഷ്, ഇവര് 2 പേരും ഇന്ന് നമ്മളെ 2 ബസ്സും സ്റ്റാഫായിട്ടുള്ളത്. അപ്പൊ ഷാനുണ്ട്, ഒരാളും കൂടി ഉണ്ട്. അപ്പോ ഓറ് ഫുഡ് വാങ്ങാൻ പോയിട്ടുള്ളത്, സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഇത് ശ്രീനിഷ് നല്ലതാ. മസാല ചോദിച്ചാലില്ല അപ്പൊ അടുത്ത് ഓടിക്കാന്. ആഹാ, ശ്രീനിഷ് ആദ്യം മുന്നേ നമ്മളെ ട്രാവൽസിൽ സജീവമായിട്ടുണ്ടായതാ. പിന്നെ സ്വിഫ്റ്റിൽ, KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവറായിട്ട് കിട്ടിയ സമയത്ത് നൈറ്റ് സർവീസ് വോൾവോയില്, പിന്നെ അങ്ങനെ അതിലേക്ക് പോയി. അപ്പൊ ഇപ്പം പിന്നെ നമ്മൾ സീസൺ ആയ സമയത്ത് തിരിച്ച് നമ്മളെ സ്വന്തം ഫീൽഡിലേക്ക് പിന്നെയും തിരിച്ചു വന്ന്. ഇപ്പൊ വോൾവോ ഡ്രൈവറാ, കാണുന്നവരൊന്നല്ല, വോൾവോയുടെ അടുത്ത് ഇങ്ങനെ പറക്കുന്നയാ. നമ്മളെ ട്രാവൽ പ്രത്യേകിച്ച് പാക്കേജർമാരെ ഡ്രൈവർമാരെ ഇതെന്ന് വെച്ചാല്, ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നത് 2 ദിവസത്തെ ട്രിപ്പിനാ. ഇന്ന് രാത്രി നാട്ടിലെത്തുന്നില്ല ഇതിലാ വന്നത്. പക്ഷെങ്കിൽ ചേഞ്ചായി, പെട്ടെന്ന് യാത്ര കൺവേർട്ട് ചെയ്ത് അടുത്ത ട്രിപ്പിലേക്ക് പിന്നെ ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറെ കൊച്ചിയിലേക്ക് എനിക്ക് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ പാക്കേജർമാരിലാവാൻ ആഗ്രഹിക്കുന്ന ആള് മെയിനായിട്ട് നമുക്ക് അതാ വേണ്ടത്. ഏത് നിമിഷം നമ്മളെ ചേഞ്ച് ആകുമ്പോൾ അതനുസരിച്ച് പോകാൻ കഴിയണം. അല്ലാത്ത ഈ ഒരു ഫീൽഡ് നടക്കൂല. നമ്മളെല്ലാം ഇപ്പം വില്ലിങ് ആയിരിക്കണം. എങ്ങനെയും രാത്രി ആയാലും ചിലപ്പോൾ ഉറക്കുണ്ടാവില്ല. ഇന്നിപ്പോൾ ഞാൻ നൈറ്റ് മൊത്തം പോയിട്ട് കൊച്ചിയിലേക്ക് എത്തണം. എനിക്ക് ഇന്ന് രാത്രി കൊച്ചിയിലേക്ക് എത്തണം, അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം. അപ്പൊ അത് കഴിഞ്ഞ് കൊച്ചിയിലെ ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പിന്നെ എനിക്ക് ആദ്യം ഗുരുവായൂരേക്ക് വരണം. നാളെ 3 മണിക്ക് മുമ്പായിട്ട് ഗുരുവായൂർ പിന്നെ എത്തണം. കാരണം വേറെ ബസ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യണം.
അപ്പൊ പല ആളോട് ചോദിക്കും നമ്മളെ ബസ്സിലേക്ക് കൂട്ടുപോകുന്നല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇതുപോലെ വില്ലിങ് ആയിരിക്കണം നിങ്ങൾ, എന്നാലും മാത്രമേ നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കാര്യമില്ല.